മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് മുന്നൊരുക്കമായിട്ടുള്ള അവൻ്റെ ലോഗോയാണ്. നമ്മൾ സിനിമ സീരിയലൊക്കെ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കില്ലേ, അതേപോലെ കർത്താവ് സുവിശേഷ പ്രഘോഷണത്തിന് മുമ്പ് അവൻ്റെ ലോഗോ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക, മെറ്റനോയിയ, യൂട്ടേൺ, അതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മാനസാന്തരത്തെ 3 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ബൗദ്ധികമായിട്ടുള്ള മാനസാന്തരമാണ്, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ വരുന്ന ചേഞ്ച്. അതാണ് ആളുകൾ ലോകം പഠിപ്പിക്കും, ദൈവം ആവശ്യമില്ല, മറ്റു കാര്യങ്ങൾ ആവശ്യമില്ല, മനുഷ്യൻ മാത്രം മതി എന്ന ചിന്തയിൽ നിന്നും മാനസാന്തരപ്പെട്ട് ദൈവോന്മുഖമായിട്ട് ജീവിക്കാനായിട്ട് ഏതെങ്കിലും ആശയഗതികൾ മനുഷ്യനെ സഹായിക്കുന്നു. ഇതാണ് ഇൻ്റലക്ച്വൽ മാനസാന്തരം എന്ന് പറയുന്നത്. ഏകദേശം അഗസ്റ്റിനൊക്കെ അങ്ങനെ ഒരാളായിരുന്നു. ഇൻ്റലക്ച്വൽ മാനസാന്തരത്തിലൂടെ ദൈവത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 2-ാമത്തെ മാനസാന്തരം അത് മതാത്മക മാനസാന്തരമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും മതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം കണ്ടെത്തുകയും ആ മതപഠനത്തിലൂടെ, ആ മതത്തിനെക്കുറിച്ചുള്ള ചിന്തയിലൂടെ, ആ മതത്തിൻ്റെ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാം എന്ന് ചിന്തിക്കുന്ന ഈ മതാന്വേഷികളായ മനുഷ്യർ, അവർക്ക് അങ്ങനെ മതങ്ങൾ പഠിക്കുന്നതിലൂടെ സംഭവിക്കുന്ന മാനസാന്തരമുണ്ട്. 3-ാമത്തേത് എന്ന് പറയുന്നത് ക്രിസ്തീയ മാനസാന്തരമാണ്. ക്രിസ്തീയ മാനസാന്തരം ഏകദൈവ വിശ്വാസത്തിൽ എത്തി നിൽക്കുന്ന, ക്രിസ്തു മതത്തെ സ്വീകരിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ക്രിസ്തീയ മാനസാന്തരം ഉണ്ടാകും. പൗലോസ്ലീഹ പറയുന്ന കാര്യമുണ്ട്. കൊരിന്ത്യരുടെ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യം ക്രിസ്തീയ മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത്? രൂപത്തിൽ വ്യത്യാസം വരിക, മനസ്സിൻ്റെ അന്തരം ഉണ്ടാകുക, ആയിരിക്കുന്ന വഴികളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പോലത്തെ വഴികളിലേക്ക് നമ്മളെ തന്നെ പറിച്ചു നടുമ്പോൾ ഉണ്ടാകുന്ന മാനസാന്തരമാണത്. വേറെ തരത്തിൽ പറഞ്ഞാൽ നാമായിരിക്കുന്ന നന്മയിൽ നിന്ന് ഉപരി നന്മയായ ദൈവത്തിലേക്കുള്ള സഞ്ചാരമാണത്. പ്രിയമുള്ളവരെ, നമുക്ക് പരിശ്രമിക്കാം. ഈ മാനസാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകേണ്ടത്. ക്രിസ്തീയ മാനസാന്തരം. ക്രിസ്തീയ മാനസാന്തരത്തിന് ക്രിസ്തു നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്ന ഈ നോയമ്പ് കാലത്തിൽ ആ പുണ്യം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.